ഹായ് ഓൾ. അപ്പം നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് എക്സ്റ്റേണൽ ജെനിറ്റാലിയനെ പറ്റിയിട്ടായിരുന്നു. ഇനി നമുക്ക് ഇൻറ്റേർണൽ ജെനിറ്റാലിയ എന്താണെന്ന് നോക്കാം. ഇതൊരു ലോങ് ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നത്. അപ്പം നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റേർണൽ ജെനിറ്റാലിയ. ഇൻറ്റേർണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പെൽവിസ്. ഇത് പെൽവിസിലായിരിക്കും സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? യൂട്രസ്, ഓവറീസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ് അഥവാ യൂട്രൈൻ ട്യൂബ്. ഇത് മൂന്നുമാണ് ഇൻറ്റേർണൽ ജെനിറ്റാലിയക്കകത്ത് വരുന്നത്. ഫീമെയിൽ ഇൻറ്റേർണൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണ്? മെയിനായിട്ട് യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ് ആൻഡ് ഓവറി. ഇത് മൂന്നും ആയിരിക്കും. സോ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് യൂട്രസ്. യൂട്രസ് എന്ന് പറയുമ്പം ഈ ഒരു പിക്ചറാണ് ഞാൻ റെഫറൻസിന് വെച്ചേക്കുന്നത്. നോക്കിയിട്ട് അത്യാവശ്യം സിമ്പിളായിട്ടൊരു പിക്ചറാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ പാർട്സും ഇവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പഠിക്കാം. സോ നമുക്ക് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നോക്കാം. യൂട്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഷാലോ, മസ്കുലർ ആൻഡ് പിയോ ഷേപ്ഡ് ഓർഗൻ. യൂട്രസിൻ്റെ മെയിനായിട്ടുള്ള 3 ഫീച്ചറാണ് ഈ പറയുന്നത്. ഇത് ഷാലോ ആണ്, മസ്കുലർ ആണ്, അതുപോലെ തന്നെ പിയോ ഷേപ്ഡ് ഓർഗൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദ പെൽവിക് ക്യാവിറ്റി ബിറ്റ്വീൻ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ദ റെക്ടം. യൂറിനറി ബ്ലാഡറിൻ്റെയും റെക്ടത്തിൻ്റെയും നടുക്കായിട്ട് പെൽവിക് ക്യാവിറ്റിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ലീൻസ് ആൻഡ് ബെൻഡ് ഫോർവേഡ് ഓൾമോസ്റ്റ് റൈറ്റ് ആംഗിൾ ടു വജീന. നമ്മൾ ആദ്യമേ തന്നെ എക്സ്റ്റേണലിൽ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വജീന എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ട്യൂബാണ്. ഈ യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെർവിക്സ് വഴി യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ്. ഒരു ലോങ് ട്യൂബാണ് വജീന എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂട്രസ് വജീനയായിട്ടൊരു ക്ലോസ് റിലേഷൻ വരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ബെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് ആൻറ്റീരിയർ വാൾ റെസ്റ്റ് പാർഷ്യലി അഗെയിൻസ്റ്റ് ദ ബ്ലാഡർ ആൻഡ് ഫോമിംഗ് ദ വെസൈക്കോ യൂട്രൈൻ പൗച്ച്. അതായത് എന്താണ്? ഈ വജീനായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ആൻറ്റീരിയർ വജീനൽ വാൾ ആൻറ്റീരിയർ വാൾ, ഈ യൂട്രസിൻ്റെ ആൻറ്റീരിയർ വാൾ എന്ന് പറയുമ്പം ബ്ലാഡറും അതുപോലെ യൂട്രൈൻ പൗച്ചുമായിട്ട് യൂട്രസുമായിട്ടൊരു കണക്ഷൻ വന്നിട്ട് അവിടെ ഒരു വെസൈക്കോ യൂട്രൈൻ പൗച്ച് ഉണ്ടാകുന്നു. അതാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ ആൻറ്റീരിയർ വാൾ പാർഷ്യലി ബ്ലാഡറുമായിട്ടാണെങ്കിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അവിടെ ഒരു വെസൈക്കോ യൂട്രൈൻ പൗച്ച് ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ദെൻ ഇറ്റ് ഈസ് അബൌട്ട് 7.5 സെൻറ്റിമീറ്റർ ലോങ്, 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 2.5 സെൻറ്റിമീറ്റർ തിക്ക്. ഇത് മൂന്നുമാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഡയമീറ്റേഴ്സ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? 7.5 സെൻറ്റിമീറ്റർ ലോങ് ആണ്, 5 സെൻറ്റിമീറ്റർ വിഡ്ത്താണ്, അതുപോലെ തന്നെ 2.5 സെൻറ്റിമീറ്റർ തിക്കാണ്. ഇതെന്ന് പറയുമ്പോൾ 30 മുതൽ 40 ഗ്രാം വരെ ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്. അതേസമയം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്തിലേക്ക് ഇത് 1000 ഗ്രാം വരെ എത്തുന്നുണ്ട്. അത് നമ്മൾ ഗൈനൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്ത് പഠിക്കാൻ പറ്റും. ഇതിൻ്റെ നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 30 to 40 അല്ലെങ്കിൽ 30 to 50 ഗ്രാം വരെ എത്തും. അതാണെങ്കിൽ പ്രഗ്നൻറ്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും 1000 ഗ്രാം അത്രയും വരെ അത് വളരുന്നുണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യം തന്നെ. ഇനി മെയിനായിട്ടുള്ള യൂട്രസിൻ്റെ പാർട്സ്. യൂട്രസിൻ്റെ മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്: ഫണ്ടസ്, ബോഡി, സെർവിക്സ്. ഇത് മൂന്നുമാണ് യൂട്രസിൻ്റെ മെയിനായിട്ടുള്ള പാർട്സ്. സോ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാകും. ഫണ്ടസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ പോർഷനാണ്. അതായത് ഒരു ആർക്ക് പോലെ ഇരിക്കുന്ന ആ ഒരു മേലത്തെ പോർഷനാണ് ഫണ്ടസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ കോൺവെക്സ് പാർട്ട് എബവ് ദ ഓപ്പണിംഗ് ഓഫ് ദ യൂട്രൈൻ ട്യൂബ്. അതായത് യൂട്രൈൻ ട്യൂബ് തുറക്കുന്നതിന് മുന്നിലത്തെ ഒരു കോൺവെക്സ്ഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രീൻ ഷേപ്പ് കളറിലിരിക്കുന്നതാണ് ഫണ്ടസ് എന്ന് പറഞ്ഞത്. ഇത് ഓൾ ടോട്ടൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പിയർ ഷേപ്പ് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പിയർ ഷേപ്ഡ് ഓർഗൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബോഡി. ബോഡി എന്ന് പറയുമ്പം ദ മെയിൻ പാർട്ട് എക്സ്റ്റെൻഡ് ഫ്രം ദ ഫണ്ടസ് ടു ദ സെർവിക്സ്. അതായത് ഈ ഫണ്ടസിൽ നിന്നും സെർവിക്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോഡി എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് സെർവിക്സ്. സെർവിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് പ്രൊട്രൂഡ്സ് ത്രൂ ദ ആൻറ്റീരിയർ വാൾ ഓഫ് ദ വജീന ടു ദ എക്സ്റ്റേണൽ ഓസ്. ഈ എക്സ്റ്റേണൽ ഓസ് എന്ന് പറയുമ്പം സെർവിക്സിൻ്റെ താഴെയായിട്ട് വജീനയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു ഹോള് കണ്ടില്ലേ? അതിനെയാണ് നമ്മൾ ഓസ് എന്ന് പറഞ്ഞത്. അത് 2 ടൈപ്സ് ആണുള്ളത്. ഇന്റേണൽ ഓസും ഉണ്ട്, എക്സ്റ്റേണൽ ഓസും ഉണ്ട്. ഈ എക്സ്റ്റേണൽ ഓസ് വജൈനയിലേക്ക് അങ്ങനെ ആ ഒരു പാത്വേ വരുത്തുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് പ്രൊട്രൂഡ്സ് ത്രൂ ദ ആൻറ്റീരിയർ വാൾ ഓഫ് ദ വജീന ടു ദ എക്സ്റ്റേണൽ ഓസ്. അതായത് വജീനയുടെ ആൻറ്റീരിയർ വാളിൽ കൂടെ എക്സ്റ്റേണൽ ഓസിലേക്ക് ഒരു പാത്വേ ഉണ്ടാക്കുന്നതാണ് സെർവിക്സ്. ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? ഫണ്ടസ്, ബോഡി ആൻഡ് സെർവിക്സ്. ഈ പിക്ചർ വെച്ച് അത് പഠിക്കാൻ പറ്റാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ സ്ട്രക്ചർ. ഇപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞ യൂട്രസിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, രണ്ടാമത് അതിൻ്റെ പാർട്സ് പറഞ്ഞു. ഇനിയാണ് അതിൻ്റെ സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ യൂട്രസിന് മെയിനായിട്ട് 3 ലെയർ ആണുള്ളത്. ഏതൊക്കെ? നമ്മളത് കുറേ നാൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെയേഴ്സ് എന്ന് പറയുന്നത്? എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് പെരിമെട്രിയം. ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള ലെയേഴ്സ്. ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാകും. എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ലെയർ, മയോമെട്രിയം എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് മിഡിൽ, മിഡിൽ, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. മയോമെട്രിയം എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയർ ആയിരിക്കും. ആൻഡ് പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഔട്ടർ ലെയർ ആയിരിക്കും. അത് ആ ഒരു ഫോട്ടോ നോക്കി പഠിച്ചാൽ മനസ്സിലാകും, ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ എൻഡോ മീൻസ് ഇൻസൈഡ് എന്നാണ്. അപ്പോൾ എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇന്നർ ലെയർ ആയിരിക്കും. മയോ മീൻസ് മിഡിൽ, ദാറ്റ് ഈസ് മിഡിൽ ലെയർ ആയിരിക്കും. ആൻഡ് പെരിമെട്രിയം മീൻസ് ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും ഔട്ടർ ലെയർ ആയിരിക്കും.
ഓരോന്നായിട്ട് നോക്കാം. പെരിമെട്രിയം എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞതുപോലെ ദിസ് ഈസ് ദ ഔട്ടർ ലെയർ ഓഫ് ദ യൂട്രസ്. യൂട്രസിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിനെയാണ് നമ്മൾ പെരിമെട്രിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പെരിട്ടോണിയം. ഇറ്റ് എക്സ്റ്റെൻസ് ഓവർ ദ ഫണ്ടസ് ആൻഡ് ദ ബോഡി. ഈ ഒരു ഔട്ടർ ലെയറിനെയാണ് നമ്മൾ പെരിമെട്രിയം എന്ന് പറയുന്നത്. അത് ഫണ്ടസും ബോഡിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് ദ പെരിട്ടോണിയം ആൻഡ് ഇറ്റ് എക്സ്റ്റെൻസ് ഓവർ ദ ഫണ്ടസ് ആൻഡ് ബോഡി. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും ഫണ്ടസും ബോഡി എവിടെ ഇരിക്കണേന്ന്. ആ ഒരു ഫണ്ടസിനെയും ബോഡീനെയും കവർ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ആ ഒരു ലെയറാണ് ഇതെന്ന് പറയുന്നത് പെരിമെട്രിയം എന്ന് പറയുന്നത്. Then it is composed of connective tissues and a surface layer of simple squamous cells that secrete lubricating fluid to reduce the friction. ഇതെന്ന് പറയുമ്പം കണക്റ്റീവ് ടിഷ്യൂവും അതുപോലെ സിമ്പിൾ സ്ക്വാമസ് സെൽസും വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് പെരിമെട്രിയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് തന്നെ. പെരിമെട്രിയം എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്തെ ലെയറാണ്. അതിൻ്റെ അകത്ത് ഫണ്ടസും ബോഡിയുമാണ് കവർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ഓഫ് എന്താണ്? കണക്റ്റീവ് ടിഷ്യൂവും സിമ്പിൾ സ്ക്വാമസ് സെൽസും വെച്ചിട്ടായിരിക്കും. അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് ഫ്രിക്ഷനെ ആണെങ്കിൽ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് മയോമെട്രിയം. ഇറ്റ് ഈസ് ദ തിക്കസ്റ്റ് മിഡിൽ ലെയർ ഓഫ് ദ യൂട്രസ് ആൻഡ് ഇറ്റ് ഈസ് എ മാസ് ഓഫ് സ്മൂത്ത് മസിൽസ് വിത്ത് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? തിക്കസ്റ്റ് ആണ്. മോസ്റ്റ് തിക്കസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മിഡിൽ മാസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? മയോമെട്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തെന്ന് പറയുമ്പം മാസ് ഓഫ് സ്മൂത്ത് മസിൽസ് വിത്ത് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. കുറേ സ്മൂത്ത് മസിൽസും അതുപോലെ ബ്ലഡ് വെസൽസും നെർവ്സും ആയിരിക്കും ഈ മയോമെട്രിയത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ആൻഡ് ഈ നെക്സ്റ്റ് ഈസ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇന്നർ മോസ്റ്റ് ലെയർ ആയിരിക്കും ഓഫ് ദ യൂട്രസ് ഫ്രം വെയർ ദ ന്യൂ ഫങ്ഷണൽ ഇതെന്ന് പറയുമ്പോൾ എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നർ മോസ്റ്റ് ലെയർ ആയിരിക്കും. അത് 2 ടൈപ്സ് ആണ് ഉള്ളത്. ഫങ്ഷണൽ ലെയറും ഉണ്ട്, ബേസൽ ലെയറും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നമ്മൾ പറഞ്ഞു മെയിനായിട്ടും 3 ലെയറാണുള്ളത്. ഏതൊക്കെ? പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയുമ്പം ഇന്നർ ലെയർ ആയിരിക്കും. അതിന് 2 ടൈപ്സ് ആണുള്ളത്. ഫങ്ഷണൽ ലെയറും ഉണ്ട്, ബേസൽ ലെയറും ഉണ്ട്. ഈ ഫങ്ഷണൽ ലെയർ എന്ന് പറയുമ്പം നമ്മുടെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഫീമെയിൽസിന് മെൻസ്ട്രേഷൻ ഉണ്ടാവും. ആ പ്യൂബർട്ടി എത്തുമ്പോൾ ഈ മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ ബ്ലഡ്, അതായത് ബ്ലഡ് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയൽ ലൈനിങ് ആണെങ്കിൽ ഷെഡ് ഓഫ് ആയി പോകുന്നതാണ് അതെന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഈ ഫങ്ഷണൽ ലെയർ ആണ് ഷെഡ് ഓഫ് ആയിട്ട് നമ്മുടെ പീരീഡ്സ് ബ്ലഡിൽ പോകുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ അപ്പർ ലെയർ ഷെഡ് ഓഫ് ഡ്യൂറിങ് ദ ടൈം ഓഫ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഷെഡ് ഓഫ് ആയി പോകുന്ന ആ ഒരു ലെയർ ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ലെയർ. സെക്കൻഡ് വൺ ഈസ് ബേസൽ ലെയർ. ബേസൽ ലെയർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ മയോമെട്രിയം ആൻഡ് നോട്ട് ലോസ്റ്റ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. അതായത് മെൻസ്ട്രേഷൻ്റെ സമയത്ത് എന്താണ്? ഇത് ഷെഡ് ഓഫ് ആയിട്ട് പോകത്തില്ല. മയോമെട്രിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ലെയർ ആയിരിക്കും ഈ ബേസൽ ലെയർ എന്ന് തന്നെ. അതുപോലെ തന്നെ ഫ്രം വെയർ ന്യൂ ഫങ്ഷണൽ ലെയർ ഇസ് ജനറേറ്റഡ്. ഈ ബേസൽ ലെയറിൽ നിന്നാണ് പുതിയ ഫങ്ഷണൽ ലെയർ ജനറേറ്റ് ചെയ്യുന്നത്. ഫങ്ഷണൽ ലെയർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഷെഡ് ഓഫ് ആയി പോകുന്ന എൻഡോമെട്രിയൽ ലൈനിങ് ആയിരിക്കും. ബേസൽ ലെയർ എന്ന് പറയുന്നത് ഷെഡ് ഓഫ് ആകുന്നില്ല, മയോമെട്രിയത്തിൻ്റെ തൊട്ടടുത്തായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ദെൻ അവിടെ നിന്നായിരിക്കും നമ്മുടെ പുതിയ ഫങ്ഷണൽ ലെയർ ഉണ്ടായി വരുന്നത്. അതാണ് എൻഡോമെട്രിയത്തിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. മെയിനായിട്ട് 3 ലെയറാണുള്ളത്: എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് യൂട്രസ്. യൂട്രസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്രഗ്നൻസി സപ്പോർട്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് എവിടെയാണ്? യൂട്രസിൻ്റെ ഉള്ളിലാണ്, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം? കുഞ്ഞിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ യൂട്രസ്, ദാറ്റ് ഈസ് ദ പ്രഗ്നൻസി സപ്പോർട്ട്. അതിൻ്റെ അകത്ത് എന്താണ്? അക്കോമഡേറ്റ് ദ ഫീറ്റസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് നറിഷ്മെൻറ്റ്. ഇൻ ദിസ് റിച്ച് ബ്ലഡ് വെസൽസ് ഓഫ് എൻഡോമെട്രിയം ടു നറിഷ് ദ എംബ്രയോ. അതായത് എംബ്രയോനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിച്ച് ബ്ലഡ് വെസൽസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്? ബേബിയുടെ അവിടെ നറിഷ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് ഫംഗ്ഷൻ ഈസ് ലേബർ ആൻഡ് ഡെലിവറി. അതായത് ഈ മസിൽസ്, ഇവിടെയുള്ള മെയിനായിട്ടുള്ള മസിൽസിനാണെങ്കിൽ 2 മെയിനായിട്ടുള്ള കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നു. ഈ കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുമ്പോൾ എന്താണ്? അവിടെ ബേബിയുടെ ബർത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ലേബർ ആൻഡ് ഡെലിവറി. അതിനകത്ത് പവർഫുൾ മസിൽ കൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം ആട്ടോ. പെരിമെട്രിയം, എൻഡോമെട്രിയം ഉണ്ട്, പക്ഷെ എന്നാലും അവരെയൊക്കെ കൂടുതൽ റോൾ ആർക്കാണ്? മയോമെട്രിയത്തിനാണ്. ഈ മയോമെട്രിയത്തിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കാരണമാണ് ബർത്ത് ഓഫ് ദ ബേബി നടക്കുന്നത്. അതാണ് തേർഡ് ഫംഗ്ഷൻ എന്നത്. ദാറ്റ് ഈസ് ദ ലേബർ ആൻഡ് ഡെലിവറി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മെൻസ്ട്രേഷൻ. നമ്മളിപ്പോൾ എൻഡോമെട്രിയം പഠിച്ചപ്പോൾ പറഞ്ഞു എൻഡോമെട്രിയൽ ലൈനിങ് ആണ് ഷെഡ് ഓഫ് ആയി പോകുന്നതെന്ന്. അത് യൂട്രസിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് യൂട്രസിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് എന്തെന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഹോർമോണൽ ഫംഗ്ഷൻസ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യും, അതുവഴി പ്രഗ്നൻസിനെ ഹെൽപ്പ് ചെയ്യും, മെൻസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യും, അതല്ല. ദെൻ പെൽവിക് സപ്പോർട്ട് ബ്ലാഡർ ആൻഡ് ബൗവൽ. ബ്ലാഡറിനെയും ബൗവലിനെയും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു ആര്? യൂട്രസ്. ഇത്രയാണ് മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ്? പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ
ലേബർ ആൻഡ് ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബേബീനെ നറിഷ് ചെയ്യുന്നുണ്ട്, മെൻസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹോർമോണൽ ഫംഗ്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് പെൽവിക് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അത്രയാണ് മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബ്ലഡ് സപ്ലൈ. ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പം യൂട്രൈൻ ആർട്ടറിയും ഇന്റേണൽ ഇലിയാക് ആർട്ടറിയും വഴിയായിരിക്കും യൂട്രസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. യൂട്രൈൻ ആർട്ടറിയും ഇന്റേണൽ ഇലിയാക് ആർട്ടറിയും. ആൻഡ് വീനസ് ഡ്രെയിനേജ് അതെന്ന് പറയുമ്പോൾ ഇന്റേണൽ ഇലിയാക് വെയിൻ ആയിരിക്കും. ഇന്റേണൽ ഇലിയാക് ആർട്ടറി ബ്ലഡ് സപ്ലൈയും ഇന്റേണൽ ഇലിയാക് വെയിൻ ആണ് വീനസ് ഡ്രെയിനേജ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അത് പേര് വെച്ചിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് നെർവ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മെയിനായിട്ടുള്ള 2 നെർവ്സ് ആണല്ലോ ഉള്ളത്, പാരാസിമ്പതറ്റിക്കും സിമ്പതറ്റിക്കും. അത് രണ്ടും ഉണ്ട്. പാരാസിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക് നെർവ്സ് ആയിരിക്കും ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ലിംഫാറ്റിക് ഡ്രെയിനേജ് ഇതിലെ വഴിയായിരിക്കും? ഇലിയാക് ബ്ലഡ് വെസൽസും വഴിയായിരിക്കും. നമ്മളിപ്പം അനാട്ടമിയിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനാണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വെക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കണം, എന്നിട്ട് അത് ലേബൽ ചെയ്യണം. ദെൻ അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ട് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫംഗ്ഷൻസ് എഴുതുക. ഫംഗ്ഷൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ പാർട്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എഴുതേണ്ട മെയിനായിട്ടുള്ള 4 ടോപ്പിക്കാണ് ഇത്. ബ്ലഡ് സപ്ലൈ എഴുതണം, വീനസ് ഡ്രെയിനേജ് എഴുതണം, നെർവ് സപ്ലൈ എഴുതണം, ലിംഫാറ്റിക് ഡ്രെയിനേജ് എഴുതണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഹെഡിങ് എങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് അതുവഴി സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും മെയിൻ ഹെഡിങ് നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം. സോ നമ്മൾ യൂട്രസിൻ്റെ എന്തൊക്കെയാണ് ഇപ്പം നോക്കിയത്? യൂട്രസിൻ്റെ മെയിനായിട്ട് നോക്കിയത് ഫസ്റ്റ് നമ്മൾ യൂട്രസിൻ്റെ ഒരു പിക്ചർ, ഇതിലെ എക്സാമിന് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഒരു പിക്ചർ നമ്മൾ വരയ്ക്കണം. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പാർട്സ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? യൂട്രസിൻ്റെ ഫസ്റ്റ് ഫണ്ടസ് ഉണ്ട്, ദെൻ ഒരു ബോഡി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സെർവിക്സ് ഉണ്ട്. അത്രയാണ് മെയിനായിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ. ഇത് മൊത്തത്തിലൊരു ഇന്റേണൽ ജെനിറ്റാലിയുടെ പിക്ചർ ആട്ടോ. അതിൻ്റെ അകത്ത് യൂട്രസിനെ മാത്രമാണ് ഇപ്പം നമ്മൾ പറയുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഷാലോയാണ്, മസ്കുലാർ ആണ്, പിയോ ഷേപ്ഡ് ആണ്. അത് യൂറിനറി ബ്ലാഡറിൻ്റെയും രക്തത്തിൻ്റെയും നടുക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വെസൈക്കോ യൂട്രൈൻ പൗച്ച് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഇത് 7.5 സെൻറ്റിമീറ്റർ ലോങ്ങും 5 സെൻറ്റിമീറ്റർ വിട്ടും 2.5 സെൻറ്റിമീറ്റർ തിക്കുമാണ്. പിന്നെ 30 മുതൽ 40 വരെ ഗ്രാം ഉണ്ടാകും ഇത്. പിന്നെ മെയിൻ പാർട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ആ ഒരു പിക്ചറാണ് ഇത്. ദെൻ ഓരോ പാർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഫണ്ടസ് എന്ന് പറയുന്നതാണ് കോൺവെക്സ് ആയിട്ടുള്ള പാർട്ടാണ്. ബോഡി എന്ന് പറയുന്നതാണ് മെയിൻ പാർട്ട്. ദെൻ സെർവിക്സ് എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ഓസിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന പാർട്ടായിരിക്കും. ദെൻ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് 3 ലെയർ ആണുള്ളത്: എൻഡോമെട്രിയം, മയോമെട്രിയം ആൻഡ് പെരിമെട്രിയം. അത് ഓരോന്നിനെ പറ്റിയും പറഞ്ഞു. ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. ദെൻ ബ്ലഡ് സപ്ലൈയും വീനസ് ഡ്രെയിനേജും നെർവ് സപ്ലൈയും ലിംഫാറ്റിക് ഡ്രെയിനേജും പറഞ്ഞു. ഇത്രയാണ് യൂട്രസിനെ പറ്റിയിട്ട്. ദെൻ നെക്സ്റ്റ് പാർട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബ്. നെക്സ്റ്റ് നമ്മളപ്പോൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഫലോപ്പിയൻ ട്യൂബ്. നമ്മൾ പറഞ്ഞു ഇന്റേണൽ ജെനിറ്റാലിക്കകത്ത് മെയിനായിട്ട് 3 എണ്ണതാണുള്ളത്: യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബ്, ദെൻ ഓവറി. ഇത് 3ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പഠിക്കാനുള്ള ഏതാണ്? ഫലോപ്പിയൻ ട്യൂബ്. ഈ ഫലോപ്പിയൻ ട്യൂബ്, അതായത് നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പം ഫെർട്ടിലൈസേഷൻ നടക്കണ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലാണ്. അതായത് എന്തൊക്കെയാണ് അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കും. ഇറ്റ്സ് 10 സെൻറ്റിമീറ്റർ ലോങ്, എക്സ്റ്റെൻഡ് ഫ്രം വൺ സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ദ ഫണ്ടസ് ഓഫ് ദ യൂട്രസ്. അതായത് ഇതെന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാകും ഫലോപ്പിയൻ ട്യൂബ് എവിടെ ഇരിക്കുന്നത്. ഫണ്ടസും ബോഡിയും, യൂട്രസ് മാത്രം ഫോക്കസ് ചെയ്യുക. അതിൻ്റെ അകത്ത് യൂട്രസിൻ്റെ ഫണ്ടസ് നോക്കുക, ബോഡി നോക്കുക. ആ ഫണ്ടസും ബോഡിയും കൂടെ കണക്ട് ചെയ്തിട്ട് ഓവറിയിലേക്ക് എത്തുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് എങ്ങനെയാണ് ഫോർമേഷൻ? അതിൻ്റെ എങ്ങനെയാണ്? യൂട്രസിൻ്റെ ബോഡിയും ഫണ്ടസും കണക്ട് ചെയ്തിട്ട് ഓവറിയിലേക്ക് എത്തുന്ന പോർഷനാണ് ഫലോപ്പിയൻ ട്യൂബ്. അത് 2 സൈഡിലും ഉണ്ട്. ബിക്കോസ് നമുക്ക് 2 ഓവറി ഉണ്ട്, ഫീമെയിൽസിന് 2 ഓവറി ഉണ്ട്. സോ 2 ഓവറിയിലേക്കും എത്താനായിട്ട് 2 സൈഡിലും ഫലോപ്പിയൻ ട്യൂബ്സും ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റത്തേത്. അതെന്താണ്? 10 സെൻറ്റിമീറ്റർ ലോങ് ആണ്. പിന്നെ ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം വൺ സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ഫണ്ടസ് ഓഫ് ദ യൂട്രസ്. ദെൻ ഇറ്റ് ലൈസ് ഇൻ ദ അപ്പർ ബോർഡർ, അപ്പർ പോർഷനിൽ, യൂട്രസിൻ്റെ അപ്പർ പോർഷനിലാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ ഫിംബ്രിയ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാകും, ഇവിടെ ഒരു ഫിംഗർ പോലത്തെ ഒരു പ്രൊജക്ഷൻ ഓവറിയുടെ സൈഡിലായിട്ട് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിംബ്രിയ എന്ന് പറയുന്നത്. ഇനി ഈ ഫലോപ്പിയൻ ട്യൂബിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്: ഇസ്തുമസ്, ആംബുല ആൻഡ് ഇൻഫണ്ടിബുലം. ഈ പിക്ചർ നോക്കി അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ ആയിരിക്കും. ആംബുല എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള സെക്കൻഡ് പോർഷൻ. അതും കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഫണ്ടിബുലം. ഈ ഇൻഫണ്ടിബുലത്തിനെയും ഇസ്തുമസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷനാണ് ഏതെന്ന് പറയുന്നത്? ആംബുല എന്ന് പറയുന്നത്. അതാണ് മെയിനായിട്ടുള്ള 3 പാർട്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇസ്തുമസ്, ആംബുല, ഇൻഫണ്ടിബുലം. പിന്നെ ഒരു ഫിംഗർ ലൈക്ക് പോർഷൻ ഉള്ളതിനെ നമ്മൾ ഫിംബ്രിയ എന്നും പറഞ്ഞു. ഇതാണ് ഫലോപ്പിയൻ ട്യൂബിൻ്റെ മെയിനായിട്ടുള്ള പാർട്സ്. ദെൻ ഫലോപ്പിയൻ ട്യൂബിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എഗ്ഗ് ക്യാപ്ചർ ചെയ്യുന്നു. ഫിംബ്രിയ സ്വീപ്സ് എഗ് ടു ദ ട്യൂബ്. അതായത് ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഓവറിയിൽ ഉണ്ടാകുന്ന ഓവം അല്ലെങ്കിൽ എഗ്ഗ്, അതിനെ നമ്മൾ ഈ ഫിംബ്രിയ വഴി
എന്താണ് ഫിംബ്രിയ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വെച്ചിട്ട് സ്വീപ്പ് ചെയ്ത് വിടുന്നു എങ്ങോട്ടേക്ക്? ത്രൂ ഫലോപ്പിൻ ട്യൂബ്. ഫലോപ്പിൻ ട്യൂബിലേക്ക് സ്വീപ്പ് ചെയ്ത് വിടുന്നു. എന്നിട്ട് ഫലോപ്പിൻ ട്യൂബിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് യൂട്രസിലേക്ക് ആ ഒരു എംബ്രയോ എത്തുന്നു. അതാണ് എഗ്ഗ് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞത്. എഗ് ക്യാപ്ചറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിംബ്രിയ സ്വീപ്സ് ദ എഗ്ഗ് ടു ദ ട്യൂബ്. ദെൻ നറിഷ്മെന്റ്. അപ്പുറത്ത് യൂട്രസിന്റെ ഫംഗ്ഷനിൽ നമ്മൾ നറിഷ്മെന്റ് പറഞ്ഞു. പക്ഷെ എന്തിനെ നറിഷ് ചെയ്യുന്നതായിരുന്നു? ഫീറ്റസിനെ നറിഷ് ചെയ്യുന്നതായിരുന്നു. ഇവിടെ എഗ്ഗിനെ നറിഷ് ചെയ്യാനായിട്ടായിരിക്കും ഫലോപ്പിൻ ട്യൂബിന്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ തന്നെ. ദെൻ ട്രാൻസ്പോർട്ട്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓവറിൽ നിന്ന് ഫലോപ്പിൻ ട്യൂബിൽ എത്തിയിട്ട് ഫലോപ്പിൻ ട്യൂബിൽ ഫെർട്ടിലൈസേഷൻ നടന്നുമ്പോഴേക്കും യൂട്രസിലേക്ക് ആ ഒരു എംബ്രയോനെ കൊണ്ടുപോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട്. സീലിയ ആൻഡ് കൺട്രാക്ഷൻസ് മൂവ്സ് ദ എഗ് ഓർ എംബ്രയോ ടു ദ യൂട്രസ്. ഇപ്പം പറഞ്ഞ സെയിം സാധനം. അതായത് ഇതിൻ്റെ സീലിയ അല്ലെങ്കിൽ ആ ഒരു ഹെയർ ലൈക്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻസ്, കൺട്രാക്ഷൻസും മൂവ്മെൻറ്റും വഴി എഗ്ഗിനെ അല്ലെങ്കിൽ എംബ്രിയോനെ യൂട്രസിലേക്ക് കൊണ്ടുപോകുന്നു. ദെൻ ഇതെന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസേഷൻ സൈറ്റ് ആണ്. അതായത് ആംബ്ലിയാണ് ഇറ്റ്സ് ദ സൈറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. എപ്പോഴും MCQ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, വേർ ഇസ് ദ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. അതായത് ഫെർട്ടിലൈസേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആംബ്യുല ആയിരിക്കും. ഈ ആംബ്യുല എന്ന് പറയുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു പാർട്ടാണ്. അതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ സൈറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് എംബ്രയോ ഡെലിവറി. അതായത് എംബ്രയോനെ ഡെലിവറി ചെയ്യുന്നു. ഇറ്റ് ഡെപ്പോസിറ്റ് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർ ദ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റോസിസ്റ്റിനെ ആണെങ്കിൽ എന്താണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഫലോപ്പിയൻ ട്യൂബ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? എഗ്ഗ് ക്യാപ്ചർ ചെയ്യുന്നു, നറിഷ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ഉണ്ടാക്കുന്നു, ഫെർട്ടിലൈസേഷൻ സൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നു, എംബ്രയോനെ ഡെലിവറി ചെയ്യുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫലോപ്പിയൻ ട്യൂബിന്റെ ഫംഗ്ഷൻസ്. ദെൻ നെക്സ്റ്റ് ഈസ് ബ്ലഡ് സപ്ലൈയും ലിംഫാറ്റിക് ഡ്രെയിനേജും നെർവ് സപ്ലൈ. ബ്ലഡ് സപ്ലൈ എക്സാക്ട് സെയിം തന്നെ, യൂട്രൈൻ ആർട്ടറിയും ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആയിരിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുമ്പം സെയിം തന്നെ, ഇലിയാക് ബ്ലഡ് വെസൽസ് ആയിരിക്കും. ആൻഡ് നെർവ് സപ്ലൈ എന്ന് പറയുമ്പം സിമ്പത്തറ്റിക് നെർവ്സും പാരാസിമ്പത്തറ്റിക് നെർവ്സും ആയിരിക്കും. അപ്പുറത്തെ സെയിം തന്നെ, യൂട്രസിന്റെ സെയിം തന്നെ ആയിരിക്കും ഫലോപ്പിയൻ ട്യൂബിന്റെ. ബ്ലഡ് സപ്ലൈ ഏതാണ്? യൂട്രൈൻ ആർട്ടറിയും ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആയിരിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് ഇലിയാക് ബ്ലഡ് വെസൽസും, നെർവ് സപ്ലൈ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആയിരിക്കും. അത്രയാണ് ഫലോപ്പിയൻ ട്യൂബ്സിനെ പറ്റി. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പിക്ചർ മാത്രം വെച്ചിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. ഓർമ്മയിൽ എല്ലാവർക്കും നിൽക്കുമെന്നൊന്ന് നോക്കിയേ. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ട്യൂബ് ആയിരിക്കും. ഇവിടുന്ന് ഓവറിനെയും യൂട്രസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ട്യൂബ് ആയിരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ നമ്മൾ ഫിംബ്രിയ എന്ന് പറയുന്നു. ആ ഫിംബ്രിയ വഴി എന്താണ്? നമ്മൾ എഗ്ഗിനെ സ്വീപ്പ് ചെയ്തിട്ട് ഫലോപ്പിയൻ ട്യൂബിൽ എത്തുന്നു. ഈ ഫലോപ്പിയൻ ട്യൂബിന് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്: ഇസ്തമസ്, ആംബുല ആൻഡ് ഇൻഫണ്ടിബുലം. അതിനകത്ത് ആംബുലയിലായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇസ്തമസ് വഴി എന്നിട്ട് യൂട്രസിലേക്ക് ഈ എംബ്രിയോ എത്തുമായിരിക്കും ചെയ്യുന്നത്. ഇത് ടോട്ടൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആയിരിക്കും ലോങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. എഗ്ഗ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, നറിഷ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റിനെ ആണെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. അത്രയാണ് മെയിനായിട്ട്. അത്രയാണ് ഇത് ഫലോപ്പിയൻ ട്യൂബ്. അപ്പം നമ്മൾ 2 പാർട്ട് കവർ ചെയ്തു. ഏതൊക്കെ? യൂട്രസ് കവർ ചെയ്തു, ഫലോപ്പിയൻ ട്യൂബും കവർ ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ഓവറീസ്. ഓവറീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മെയിൽസിന്റെ ടെസ്റ്റിസ് പോലെ തന്നെ ഫീമെയിൽസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓവറീസ്. ഈ ഓവറി എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്. ഈ ഓവറിയിലായിരിക്കും ഓവം അഥവാ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കതിനെപ്പറ്റി ഓരോന്നായിട്ട് നോക്കാം. ദേ ആർ 2 ആൽമണ്ട് ഷേപ്ഡ് ഗ്ലാൻഡ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി യൂട്രസ്. യൂട്രസിന്റെ ഈച്ച് സൈഡിലും ആൽമണ്ട് ഷേപ്പിലുള്ള ഗ്ലാൻഡിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവറി എന്ന് പറയുന്നത്. ആൻഡ് ദേ കണ്ടെയ്ൻ എ നമ്പർ ഓഫ് ഇമ്മച്വർ ഓവ കോൾഡ് പ്രൈമറി ഊസൈറ്റ്. അതായത് ഇമ്മച്വർ ആയിട്ടുള്ള ഓവേനെ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയും. ഈ ഊസൈറ്റ് ആണെങ്കിൽ എവിടെയാണുള്ളത്? ഈ ഓവറിക്കകത്തായിരിക്കും. ഓവറിയിലാണ് പ്രൈമറി ആയിട്ടുള്ള ഇമ്മച്വർ ഓവ ഉണ്ടാകുന്നത്. ആൻഡ് ഓവറീസ് ആർ ഫീമെയിൽ ഗ്ലാൻഡ്സ് ആൻഡ് ദേ ലൈസ് ഇൻ ദ ഷാലോ ഫോസ ഓഫ് ദ പെൽവിസ്. അതായത് പെൽവിസിന്റെ ഷാലോ ഫോസയിലായിരിക്കും ഇത് ഇരിക്കുന്നത്. ഇത് ഫീമെയിൽസിന്റെ ഗ്ലാൻഡ് ആണ്, സെക്ഷൽ ഗ്ലാൻഡ് ആണ്. ഇതെന്ന് പറയുന്നത് ഓവറീസ്. അതുപോലെ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിസിൻ്റെ അകത്താണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ടെസ്റ്റിസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫീമെയിൽസിൻ്റെ ഓവറി എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 2.5 to 3.5 സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് 1 സെൻറ്റിമീറ്റർ തിക്ക്. ഇതെന്ന് പറയുമ്പോൾ 2.5 സെൻറ്റിമീറ്റർ മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെ വൈഡ് ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? ആൽമണ്ട് ഷേപ്ഡ് ആണ്, പ്രൈമറി ഊസൈറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇത് ഫീമെയിൽ ഗ്ലാൻഡ് ആണ്. 2.5 to 3.5 സെൻറ്റിമീറ്റർ വൈഡും 1 സെൻറ്റിമീറ്റർ തിക്കും ആയിരിക്കും. ആൻഡ് ഇതിന് 2 ലെയേഴ്സ് ആണുള്ളത്. നമ്മുടെ ഓവറിക്ക് 2 ലെയർ ആയിരിക്കും ഉള്ളത്, മെഡുല്ലയും കോർട്ടക്സും. മെഡുല്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ലൈസ് ഇൻ ദ സെൻറ്റർ ആൻഡ് ഹാവ് ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്. ഇതെന്ന് പറയുമ്പോൾ സെൻറ്ററിലായിരിക്കും ഉണ്ടാകുന്നത്. മെഡുല്ല എന്ന് പറയുമ്പോൾ ഏതാണ്? സെൻറ്റർ പോർഷൻ ആണ്. ആൻഡ് ഇതിന് എന്തൊക്കെയാണ്? ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് വെസൽസും ആൻഡ് നെർവ്സും ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്.
അതാണ് മെഡുല. കോർട്ടക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും, ഇറ്റ് സറൗണ്ട്സ് മെഡുല. ഈ മെഡുലേനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഇതെന്ന് പറയുന്നത് കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ. ഇതിലുണ്ടാവുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. ഇപ്പുറത്ത് ഫൈബ്രസ് ടിഷ്യൂ ആണെങ്കിൽ ഇവിടെ കോർട്ടക്സിൽ ഏതാണ് കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും. ആൻഡ് ഇവിടെയാണ് ഒവേറിയൻ ഫോളിക്യൂൾസ് ഉള്ളത്. ആ ഒവേറിയൻ ഫോളിക്യൂൾസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഓവുലേഷൻ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്, കോർട്ടക്സിലായിരിക്കും. അപ്പോൾ ഓവറി എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് 2 ലെയറാണുള്ളത്. മെഡുലയുണ്ട്, കോർട്ടക്സും ഉണ്ട്. മെഡുല എന്ന് പറയുമ്പോൾ സെൻറ്റർ പോർഷൻ ആയിരിക്കും. മെഡുലേനെ കവർ ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടക്സിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. ദെൻ മെയിനായിട്ട് അതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഊജനസിസ്. ഊജനസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ജനസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിരിക്കും. ഊജനസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർമേഷൻ ഓഫ് എഗ്. എഗ്ഗിൻ്റെ ഫോർമേഷനാണ് നമ്മൾ ഊജനസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹോർമോൺ പ്രൊഡക്ഷൻ. ഹോർമോൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം യൂട്രസിൻ്റെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എല്ലാത്തിലും ഉണ്ടാകുന്ന 2 ഹോർമോൺസ് ഏതാണ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആയിരിക്കും. ആ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അതുപോലെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. അതാണ് ഫംഗ്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ്. ഊജനസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ഹോർമോൺ പ്രൊഡക്ഷൻസ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രേഷനെ ആണെങ്കിൽ എന്താണ് റെഗുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു. ദെൻ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ഇൻ ഓവറി ഫോംസ് ആഫ്റ്റർ ഓവുലേഷൻ. അതായത് ഓവുലേഷന് ശേഷം ഉണ്ടാകുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ്, ഓവറിയിലുള്ളൊരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. അത്രയാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. എന്തൊക്കെയാണ്, ഊജനസിസ്, ദാറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് എഗ്, ഹോർമോൺ പ്രൊഡക്ഷൻ, ഏതൊക്കെ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദെൻ റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. ഇത്രയാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. ദെൻ ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഏതാണ്, ഒവേറിയൻ ആർട്ടറി ആയിരിക്കും. യൂട്രസിലും ഫലോപ്പിയൻ ട്യൂബിലും യൂട്രൈൻ ആർട്ടറി ആയിരുന്നു, ഇവിടെ അത് ഒവേറിയൻ ആർട്ടറി ആയിരിക്കും. ആൻഡ് വീനസ് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, സെയിം തന്നെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒവേറിയൻ വെയിൻ ആയിരിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുമ്പം ഇവിടെ ഏതാണ്, അയോട്ടിക് ലിംഫിനോടും പ്രീ അയോട്ടിക് ലിംഫിനോടും വഴിയായിരിക്കും. ആൻഡ് നെർവ് സപ്ലൈ എന്ന് പറയുമ്പം സെയിം, പാരാസിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക് നെർവ്സ് ആയിരിക്കും. ഇത് ഓർത്തിരിക്കാൻ നമുക്ക് അതിൻ്റെ ആ ഗ്ലാൻഡിൻ്റെ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് ഓർക്കാം. യൂട്രസിനും ഫലോപ്പിയൻ ട്യൂബിനും സെയിം ആയിരുന്നു. ഏതാണ്, ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ യൂട്രൈൻ ആർട്ടറി ആയിരുന്നു. അതുപോലെ വീനസ് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂട്രൈൻ വെയിൻസ് ആയിരുന്നു. ദെൻ ലിംഫാറ്റിക് ഡ്രെയിനേജ് അവിടെ ഏതായിരുന്നു, ഇന്റേണൽ ഇലിയാക് വെയിൻ ആയിരുന്നു നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഇവിടെ എന്ന് പറയുമ്പം അയോട്ടിക് ലിംഫിനോടും പ്രീ അയോട്ടിക് ലിംഫിനോടും ആയിരിക്കും. നെർവ് സപ്ലൈ സെയിം ആയിരുന്നു, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവ്സ് ആയിരിക്കും. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഓവറിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഓവറിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം എന്ന് പറയുമ്പോൾ ഓവറി എന്താണ്, ഒരു ആൽമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ എന്താണ് ഉള്ളിൽ പ്രൈമറി യൂസ് ആയിട്ട്, അതായത് ഇമ്മച്ചുവർ ആയിട്ടുള്ള ഓവ ഉണ്ട്. പിന്നെ ഇത് ഫീമെയിൽ ഗ്ലാൻഡ് ആണ്. 2.5 to 3.5 സെൻറ്റിമീറ്റർ വരെ വൈഡും 1 സെൻറ്റിമീറ്റർ തിക്കുവാന്ന് പറഞ്ഞു. 2 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, മെഡുലയും കോർട്ടക്സും. മെഡുല എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോർഷനും, കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ മെഡുലേനെ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ ആയിരിക്കും. അവിടെയാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ് പറഞ്ഞു. ഊജനസിസ്, ഹോർമോൺ പ്രൊഡക്ഷൻ, റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം, ഇത്രയും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ബ്ലഡ് സപ്ലൈയും പറഞ്ഞു. അത്രയാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ മാമറി ഗ്ലാൻഡ്. അതായത് നമ്മുടെ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ പെടുന്ന ഒരു പോർഷനാണ് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ലാക്ടേഷൻ എന്നൊക്കെ പറഞ്ഞത്. ഫീഡിങ്ങും ഈ റീപ്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ മാമറി ഗ്ലാൻഡും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ പെടുന്നതാണ്. സോ നമുക്ക് മാമറി ഗ്ലാൻഡിനെ പറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. സോ മാമറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മാമറി ഗ്ലാൻഡ് ഓർ ബ്രസ്റ്റ് ആർ ദ ആക്സസറി ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ദാറ്റ് സെക്രീറ്റ് ദ മിൽക്ക്. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു പോർഷനാണ് ഇതെന്ന് പറയുമ്പം. ഈ ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ദെൻ ഇറ്റ് ലൈസ് ഇൻ ദ സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഓൺ ദ പെക്ടോറൽ റീജിയൻ ബിറ്റ്വീൻ ദ സ്റ്റേർണം ആൻഡ് ആക്സില്ല ആൻഡ് എക്സ്റ്റേണൽ ഫ്രം ദ 2 or 3 to 6 or 7th റിബ്. അതായത് ഇതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പെക്ടോറൽ റീജിയനിലായിരിക്കും, സ്റ്റേണത്തിൻ്റെയും ആക്സിലയുടെയും ബിറ്റ്വീൻ ആയിട്ടുള്ള പെക്ടോറൽ റീജിയനിലായിരിക്കും ഇത് ഇന്റേണലി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് എക്സ്റ്റേണലി പറയുമ്പോൾ നമ്മുടെ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ റിബ് മുതൽ 6ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ റിബ് വരെ അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മുടെ മാമറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ദ വെയിറ്റ് ആൻഡ് സൈസ് ഇൻക്രീസിങ് ഇൻ പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ഡെലിവറി. ഡെലിവറിയുടെ സമയത്തും അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്തും എന്താണ്, ഇതിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും അറിയാം, പ്യൂബർട്ടി ടൈം എത്തുമ്പോൾ തൊട്ടാണ് നമ്മുടെ ബ്രസ്റ്റിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി തുടങ്ങുന്നത്. സോ ദ ബ്രസ്റ്റ് ആർ കോൺവെക്സ് ആൻറ്റീരിയർലി വിത്ത് എ പ്രൊമിനൻസ് ഇൻ ദ മിഡിൽ കോൾഡ് ദ നിപ്പിൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് സ്കിൻ ആൻഡ് ഇറക്ടൈൽ ടിഷ്യൂ ആൻഡ് ഈസ് ഇൻ ഡാർക്ക് ഇൻ കളർ.
അപ്പം എന്താണ്, ബ്രസ്റ്റ് എന്ന് പറയുമ്പം കോൺവെക്സ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ആൻറ്റീരിയർലി, അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതിന് മിഡിലായിട്ടുള്ള ഒരു പോയിന്റഡ് പോലത്തെ ഒരു പോർഷൻ ഉണ്ട്, അതിനെ നമ്മൾ നിപ്പിൾ എന്ന് പറയും. അത് ഡാർക്ക് ഇൻ കളർ ആയിരിക്കും. അവിടെ സ്കിന്നും ഇറക്ടൈൽ ടിഷ്യൂസും ആയിരിക്കും ഉള്ളത്. ഫ്രം ദിസ് നിപ്പിൾ, ഈ നിപ്പിളിൽ കൂടി ആയിരിക്കും മിൽക്ക് ഡക്ട് വന്നിട്ട് മിൽക്ക് ബേബിയുടെ വായിലേക്ക് അല്ലെങ്കിൽ മൗത്തിലേക്ക് എത്തുന്നത്. നിപ്പിള് വരുന്ന ഒരു പാത്വേന് എക്സ്റ്റേണലി എത്തുന്ന ഒരു പാത്വേനായിരിക്കും നമ്മൾ നിപ്പിൾ എന്ന് പറയുന്നത്. മിൽക്ക് വരുന്ന പാത്വേനായിരിക്കും നമ്മൾ നിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നിപ്പിൾസ് ആർ കവേർഡ് ബൈ എ പോർഷൻ കോൾഡ് ഏരിയോള. അതായത് ഈ നിപ്പിളിന്റെ ചുറ്റിനും ഒരു ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതായത് നിപ്പിളിനെ കവർ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ഏരിയോള എന്ന് പറയുന്നത്. ദെൻ നിയർ ദ ബേസ് ഓഫ് ദ നിപ്പിൾ ദർ ഇസ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. സെബേഷ്യസ് ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒക്കെ പോലത്തെ ഒരു ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് എവിടെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നിപ്പിളിന്റെ ബേസിലായിട്ടായിരിക്കും. അപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻഡും ഫാറ്റ് ടിഷ്യൂസും മസിൽസും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു മൊത്തത്തിലുള്ള ഓൾ ടോട്ടൽ ഒരു പോർഷനാണ് നമ്മുടെ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ നിന്നായിരിക്കും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ സൈസ് പ്രഗ്നൻസിയുടെ സമയത്തും ഡെലിവറിയുടെ സമയത്തും ഇൻക്രീസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇത് ആൻറ്റീരിയർലി, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം എന്താണ്, കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. അതിനൊരു പോയിന്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, അതിനെ നമ്മൾ നിപ്പിൾ എന്ന് പറയും. ഈ നിപ്പിളിനെ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ ആയിരിക്കും ഏരിയോള. അത്രയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ബ്രസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മിൽക്ക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മിൽക്ക് റിലീസ് ചെയ്യുന്നു, അതിനെ നമ്മൾ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയും. അതായത് ബേബി സക്ക് ചെയ്യുമ്പം മിൽക്ക് ഡക്ട് വഴി ബേബിയുടെ മൗത്തിലേക്ക് എത്തുന്നു. അതിനാണ് നമ്മൾ ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ദ മിൽക്ക് റിലീസ്. അപ്പം മിൽക്ക് പ്രൊഡ്യൂസും ചെയ്യുന്നു, റിലീസും ചെയ്യുന്നു. ദെൻ ന്യൂട്രീഷണൽ ആൻഡ് ഇമ്മ്യൂണൽ സപ്പോർട്ട് കൊടുക്കുന്നു. ആൻഡ് ഹോർമോണൽ ഡെവലപ്മെന്റ്, ഈ ഇൻക്രീസ്ഡ് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, അതായത് പ്യൂബർട്ടിയുടെ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് കാരണമുള്ള ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. സോ എന്താണ്, ഹോർമോണൽ ഡെവലപ്മെന്റിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്ഷുവൽ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നു. പ്യൂബർട്ടൽ പീരീഡ് എത്തുമ്പോഴേക്കും നമ്മുടെ ബ്രസ്റ്റിന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ സെക്ഷുവലി ആയിട്ടുള്ള ഓരോ ഫീച്ചേഴ്സും അതുപോലെ സെക്ഷുവൽ ആയിട്ടുള്ള മെച്യൂരിറ്റി ഒക്കെ ഉണ്ടാകും. സോ ഫങ്ഷൻസ് ഓഫ് ബ്രസ്റ്റിൽ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മിൽക്ക് റിലീസ് ചെയ്യുന്നു, ഹോർമോണൽ ഡെവലപ്മെന്റ്, സെക്ഷുവൽ ഡെവലപ്മെന്റ് ആൻഡ് ന്യൂട്രീഷണൽ ആൻഡ് ഇമ്മ്യൂണൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഇത്രയാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. ദെൻ ഇതിന്റെയും ബാക്കി എല്ലാം പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈയും നെർവസ് സപ്ലൈയും പറയണം. ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതാണ് ഇന്റേണൽ മാമറി ആർട്ടറി ആയിരിക്കും. മാമറി ഗ്ലാൻഡ് ആയതുകൊണ്ട് ഇന്റേണൽ മാമറി ആർട്ടറി ആയിരിക്കും. നെർവ് സപ്ലൈ എന്ന് പറയുമ്പോൾ ക്യൂട്ടേനിയസ് നെർവ് ആയിരിക്കും. അതായത് ചെസ്റ്റിന്റെ പോർഷനിലുള്ള ക്യൂട്ടേനിയസ് നെർവ് ആയിരിക്കും നെർവ് സപ്ലൈ എന്ന് പറയുന്നത്. അത്രയാണ് എന്ത്, മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡ് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ പെടുന്ന ഒരു പോർഷൻ ആയിട്ട്, അതായത് ആക്സസറി ആയിട്ട് ഇവർ തമ്മിൽ അസോസിയേറ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. കാരണം റീപ്രൊഡക്ഷന്റെ സമയത്ത് എന്താണ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്തോരം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ബേബി ഉണ്ടായി കഴിയുമ്പോൾ ബേബീനെ ഫീഡ് ചെയ്യിക്കണം. ആ ഫീഡ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഓർഗൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ്. സോ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു പോർഷനാണ് മാമറി ഗ്ലാൻഡ്. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു മാമറി ഗ്ലാൻഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മിൽക്ക് കൊടുക്കുന്നു. ആ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആ ഒരു ടേമിനെയാണ് നമ്മൾ പറയുന്നത് ലാക്ടേഷൻ. സോ ലാക്ടേഷൻ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ സെക്രീഷൻ ഓഫ് മിൽക്ക്, അതായത് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ബേബി എ തിൻ ഫ്ലൂയിഡ് കോൾഡ് കൊളോസ്ട്രം ദാറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ കംസ് ഔട്ട് ത്രൂ ദ ബ്രസ്റ്റ് ഫോർ 2 to 3 days. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ബ്രസ്റ്റിൽ നിന്നാണ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് വരുന്നതെന്ന് പറഞ്ഞു ബേബീനെ ഫീഡ് ചെയ്യിക്കാൻ. അപ്പോൾ ഫസ്റ്റ് വരുന്ന മിൽക്കിനെ നമ്മൾ കൊളോസ്ട്രം എന്ന് പറയും. അതിന് മലയാളത്തിൽ മഞ്ഞപ്പാൽ എന്നൊക്കെ പറയും. അതൊരു യെല്ലോയിഷ് ഒരു ഷെയ്ഡിലായിരിക്കും ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് അതിന് മഞ്ഞപ്പാൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന മിൽക്കിനെ നമ്മൾ എന്താണ് പറഞ്ഞാൽ കൊളോസ്ട്രം എന്നായിരിക്കും പറഞ്ഞത്. അത് 2 to 3 days ആയിരിക്കും ഇതുണ്ടാകുന്നത്. ഇതാണെങ്കിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു സെക്രീഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഈ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, പ്രൊലാക്റ്റിൻ ആണ്. പ്രൊലാക്റ്റിന്റെ സെക്രീഷൻ കൊണ്ടാണ് എന്തെന്ന് പറഞ്ഞാൽ മിൽക്ക് ഇവർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ലാക്ടേഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് ആ ഒരു മാമറി ഗ്ലാൻഡിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ. ഇതിന്റെ ഉള്ളിൽ പറഞ്ഞു സെബീഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, മസിൽസ് ഉണ്ട്, അതുപോലെ റിബ്സിന്റെ ഏത് 2 or 3 റിബ് തൊട്ട് 5th or 6th or 7th റിബ് വരെ ആയിരിക്കും ഇതുണ്ടാവുന്നത്. പിന്നെ മിൽക്ക് ഡക്ട് വഴി മിൽക്ക് വരുന്ന പോർഷനെ നമ്മൾ നിപ്പിൾ എന്ന് പറയുന്നത്. നിപ്പിളിന്റെ ചുറ്റിനും ഏരിയോളം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പിക്ചർ നോക്കി വെക്കാം. ദെൻ നമ്മളപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, മെയിൻ ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. എക്സ്റ്റേണൽ ടോട്ടലി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ടോട്ടലി എന്തൊക്കെയാണ് പറഞ്ഞത്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഇന്റേണൽ ജെനിറ്റാലിയ, മാമറി ഗ്ലാൻഡ്സും പറഞ്ഞു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്, ഇന്റേണലും എക്സ്റ്റേണലും. എക്സ്റ്റേണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. എക്സ്റ്റേണലിലത്തെ മോൺസ് പീബിസ് നമ്മൾ പറഞ്ഞു, ലേബിയ മെജോറ, ലേബിയ മൈനോറ, വെസ്റ്റിബ്യൂൾസ് ആൻഡ് ഹൈമൻ, ഇത്രയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഇന്റേണൽ ജെനിറ്റാലിയാണ് നമ്മൾ
ഇന്ന് പഠിച്ചത്. ഇന്റേണൽ ജെനിറ്റാലിക്കകത്ത് മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. യൂട്രസ്, ഓവറി, ഫലോപ്പിയൻ ട്യൂബ്. 3 പാർട്ടാണ് മെയിനായിട്ടുള്ളത്. ഫലോപ്പിയൻ ട്യൂബിന്റെ വേറൊരു പേരാണ് എന്തെന്ന് പറഞ്ഞത് യൂട്രൈൻ ട്യൂബ്. അത് ഓർത്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ യൂട്രൈൻ ട്യൂബ് എന്ന് വെച്ച് കഴിയുമ്പോൾ അത് പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഫലോപ്പിയൻ ട്യൂബിന്റെ വേറൊരു പേരാണ് യൂട്രൈൻ ട്യൂബ്. നമ്മൾ മാമറി ഗ്ലാൻസും പഠിച്ചു, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ലാക്ടേഷനും പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച പോർഷൻസ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ ടോട്ടലി കവർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്